അപ്പം നമ്മൾ ഉണക്കമാങ്ങ കൊണ്ട് ചമ്മന്തി ആക്കാൻ പോയിന്ന്. അതെ, അതെ. ഉണക്കമാങ്ങയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാങ്ങാക്കാലത്ത് നമ്മെല്ലാം ചെത്തി ഉണക്കി വെച്ചാന്നല്ലമ്മേ. എന്താ ചൂടുവെള്ളത്തിലാണ് ഇടുന്നേ, വേഗം അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പുളി ഉണ്ട്, അത് മതി അല്ലേ? മതി. ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ അരച്ചിനെ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ല പുളിയും ഉണ്ടായിന്, ഭയങ്കര പുളി. ചൂടുവെള്ളത്തിലിട്ടാന്ന് വേഗം ഒന്ന് കുതിർന്ന് കിട്ടുക. ഉണക്കിയിട്ട് നല്ല മാങ്ങ ഇതിപ്പോ ഒരു മാങ്ങയിൽ അധികം ഉണ്ടാവും ഇത് ചെത്തി. അതെ, നമ്മ എത്ര 10-50 മാങ്ങയിലധികം അല്ലമ്മേ ചെത്തി ഉണക്കി ചെത്തിട്ട് ഉണക്കിയിട്ടുണ്ടായി. എന്നിട്ടാകുമ്പോ ഒരു 2 വരണിയിലിടാൻ മാത്രമേ ഉണ്ടായിട്ടു. കുറച്ച് ലിജിയുടെ അടുത്തുണ്ട്, കുറച്ച് ഇങ്ങോട്ട് എടുത്തിന്. അപ്പൊ മാങ്ങ ഇതാ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ നമുക്ക് ആദ്യം ഇറക്കാം. ഇത് വേഗം എന്നാലേ അരിയൂലൂ കേട്ടാ. ഉണങ്ങിയിട്ട് അരക്കുമ്പത്തിന് ഇത് ശരിക്കും പുളി പോലെ ഉണ്ടല്ലോ. പുളി പോലെ. അപ്പൊ തേങ്ങയും കപ്പപ്പറങ്കിയും ചെറിയ ഉള്ളി ലേശമായതുകൊണ്ട് ഞാൻ ഒരു മറ്റേ വെല്ലുള്ളിൻ്റെ ചെറിയൊരു കഷ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ എല്ലാം കൂടെ നമുക്കൊന്ന് ചമ്മന്തി ആക്കി വെക്കാം. എല്ലാം കൂടെ കൂട്ടിയിട്ട് അരക്കുന്നു. പുളിന്റെ കൂടെ തന്നെ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് പിന്നെ ഇത് മിക്സിയിൽ അരക്കാം. പക്ഷേ നമുക്ക് ഇതിൽ അരച്ചാലും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് അമ്മീമ്മ അരച്ചാൽ. അപ്പൊ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോ തന്നെ വയറ് വെള്ളം വരുന്നു. ഇന്ന് നമുക്കെല്ലാം നാടൻ സ്പെഷ്യലാന്നല്ലേ. നമ്മളെ നാടൻ വാഴക്കൂമ്പ് തോരനും വറവും ഉണക്കമാങ്ങന്റെ ചമ്മന്തി, കപ്പ പറങ്കിയിലിട്ടിട്ടുള്ള ചമ്മന്തി. ടേസ്റ്റാണ്, അടിപൊളി.